ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങളിപ്പോ എവിടെയാ? രാജക്കാട് വീട്ടില്. അപ്പൊ പൊന്നു ഒരുങ്ങി സ്കൂളിൽ പോകാനിരിക്കുകയാണ്. അപ്പൊ കുഞ്ഞിന് ഇവിടെ ഒരുങ്ങി സുന്ദരനായിട്ട് കിടപ്പുണ്ട് കേട്ടോ. അടിപൊളി തൊപ്പി വെച്ചു, ഡ്രസ് വെച്ചു, അതേപോലത്തെ സോക്സ് ഇട്ടു. സുന്ദരനായേ. ആ അടിപൊളിയായി. ആ അതെ അതെ, കൊച്ചിൻ്റെ സ്കൂളിൻ്റെ ഫോട്ടോ ഒക്കെ കാണാം. ഫോട്ടോ അല്ല, വീഡിയോ. കുഞ്ഞാപ്പിയേ, കുഞ്ഞാപ്പനേ, എന്താണിടാ കള്ള നോക്കണേ. പോടി എടുത്തില്ല വൈ മാത്രമുണ്ട്, ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. പഠിപ്പിക്കാൻ ശ്രദ്ധിച്ചെന്ന് പഠിച്ചിട്ട് വന്നേട്ടാ. ഓ സോറി. വെയിലായിരിക്കും, മേളിൽ ചെല്ലുമ്പോഴത്തേക്ക് പെയ്യുള്ളൂ. മഴയൊന്നും പെയ്യുന്നില്ല, കുശുമ്പൻ മഴയോ? ഞങ്ങളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മോർണിംഗ്, രാവിലത്തെ മോർണിംഗ്. അതെ, ഞങ്ങളിത് ഉച്ചക്കായിരുന്നെങ്കിലും രാവിലെ പിടിച്ചതാ. പൊന്നു പൈ നോർത്തിക്കോ, നിന്റെ കൊട ചെറിയതായിട്ട് വരുന്നുണ്ട്. ഓ അടിപൊളി കൊടയാണല്ലോ. അമ്പോ, ബാർബിയുടെ ഒക്കെ. അടുത്താ ഞാൻ പഠിത്തം എങ്ങനെ കേൾക്കുന്ന ഞാൻ വിചാരിച്ചോണ്ടിരിക്കണേ. ഇനിയിപ്പോ ചേട്ടായും കൂടെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ കുഞ്ഞിനെയും വിളിക്കണം, ഇവളെയും പിടിക്കണം, കുഞ്ഞിനെയും പിടിക്കണം. മണവാട്ടി പൊക്കണം. വന്ന് ഗ്രൗണ്ടിലെത്തിയിട്ടോ സ്കൂളിന്റെ. അയ്യോ, ഈ സൗണ്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. സ്കൂൾ ഓർമ്മ വരും. പഴയ വേറെ കുട ഉണ്ടായിരുന്ന വീട്ടില്. ആ ഞാൻ ഓർത്ത് ഇല്ലാഞ്ഞിട്ടായിരിക്കും. ഇങ്ങോട്ട് വാ. ഏട്ടാ, നമ്മൾ സ്കൂളിൽ വന്ന് കൊച്ചിനെ വിട്ടു. തിരിച്ച് നേമേ കുഞ്ഞിന് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് മാങ്ങത്തൊട്ടിക്ക് പോകട്ടോ. ആ ഫോട്ടോസ്റ്റാറ്റ് എന്തിൻ്റെയാ? എന്തിൻ്റെ? അതൊന്നും കൊടുത്തില്ലായിരുന്നോ? നമ്മളിത് സ്കൂളിലൊക്കെ കേട്ടോ. കുഞ്ഞാപ്പിയേ അവിടെയാണ് കേട്ടോ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പോയി. അപ്പോൾ ഞങ്ങൾ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുവാണേ. ചേട്ടായും കൊച്ചുണ്ട് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ ചേച്ചി ഇതേ കോപ്പി എടുത്തിട്ട് കൊച്ചിനെ കൊണ്ട് കൊടുക്കാൻ പോകട്ടെ. അത് പോപ്പിക്കടയെ പിടിച്ചോണ്ട്. അതെ, ചേച്ചി പോപ്പിക്കട പിടിച്ച് ഓടി വരും കേട്ടോ. അതെ, ഇതന്നെ കുഞ്ഞിനെ എന്നെ മോനെ. പാവല്ലിച്ച, ഒരു കുഴപ്പമില്ല. എല്ലാ പിള്ളേരും കരയുവാടി. കരയുന്ന പിള്ളേരെ എല്ലാം മുഖത്തേക്ക് നോക്കിയിരിപ്പുണ്ട്, ചുറ്റും കറങ്ങി. എനിക്ക് മാത്രമേ എന്നാ പോലും കരയാൻ വരാത്തെന്ന് ഓർത്തില്ലേ? അയ്യോ, അവളെന്നെ കരയാത്തേന്ന് ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുക. കൂട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവളുടെ കൂട്ടുകാരിയുടെ അടുത്ത് ചേർന്നിരിപ്പുണ്ട്. വീട്ടിലാണേലും ആദ്യം പിള്ളേരുമായിട്ട് കളിക്കാനൊന്നും പിള്ളേരൊന്നും ഇല്ലല്ലോ അവിടെ. അത് തന്നെ. അപ്പൊ പിള്ളേരെ കാണുമ്പോ ഇനി കുഞ്ഞൻ വലുതായി വരണം. അല്ല, കുഞ്ഞിനെ ഇനി ഒരു 5-6 മാസം കഴിഞ്ഞ് സെറ്റ്. കുഞ്ഞ് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പോരില്ല വീട്ടിൽ നിന്ന്. അതാ. അപ്പൊ നമ്മളിവിടെ നേരെ എല്ലാൻ്റെ പോകണം കേട്ടോ. കേശിക്ക് ഫ്രണ്ടിലൊരു റോഡില്ലേ നമ്മുടെ മിനി ആശുപത്രി, അത് കയറിയാണ് വരുന്നത്. ഇത് ഈ റോഡ്. ഇത് പണ്ടത്തെ ആശുപത്രിയാ. മടം ഇതായിരുന്നു ഇത്. ടാറ്റു പോവാണ് വെച്ച്.
തിരിച്ചു വരുമ്പോഴാ ഇപ്പം അങ്ങോട്ട് ചഹൂന്ന് പറയൂ. തിരിച്ചിങ്ങോട്ട് രാജക്കാട് പള്ളി കേട്ടോ. നിങ്ങളിവിടെ വന്നായിരുന്നോ? മണ്ടയിലില്ല കേട്ടോ അവന്മാര്. പെല്ലാണ്ടിലെത്തിട്ടോ. വരുവാ. നമ്മുടെ പള്ളിയാണ് കേട്ടോ. നമ്മൾ ഇടയ്ക്ക് ഞാൻ വരാറുണ്ട്, പക്ഷെ ഞാൻ ഒത്തിരി ആയി വന്നിട്ടോ. അപ്പോൾ ചക്കയൊന്നും ഇല്ലായിരുന്നു അന്ന്. ഇന്ന് ജോലിച്ചില്ല ചക്കയൊക്കെ എടുക്കാം. അതെ, രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. ഇന്നതുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ കുഞ്ഞിനെ നിൽക്കി രണ്ട് ഫോട്ടോ എടുക്കാം ഞങ്ങളുടെ. അതെ, എല്ലാം ചെയ്യും. എല്ലാവരും വന്നു. ഇത് കുഞ്ഞിൻ്റെ കാഴ്ചയൊക്കെ കണ്ടു കിടക്കും കേട്ടോ. ഞങ്ങൾ ബസ്സിൽ കയറി. ചേച്ചിയുണ്ട്, ചേട്ടായി പറ്റില്ല, ചേച്ചിയും കൂടെയാണ് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ മാങ്ങത്തൊട്ടിയിൽ. കുഞ്ഞാപ്പി നല്ല കാര്യം എല്ലാം സെറ്റായി, എല്ലാം സെറ്റാക്കി അതിൻ്റെ അടുത്ത് വേണേലേ. അതാ ഭാഗമുണ്ടേ കുഴപ്പമില്ല ചേച്ചി. ഞങ്ങൾ എന്തായാലും വേഗം പോട്ടെ. സ്ഥലം രാജാക്കാട്. 3.5 മാസമായുള്ളൂ. പോയി മേളിൽ പോയാൽ സ്റ്റെപ്പ് കയറി മേളിൽ പോണേ. അപ്പം ഇഞ്ചക്ഷൻ എടുക്കാൻ കയറി പോട്ടോ. കുഞ്ഞാ കരയരുത്, നാണം കെടുത്തരുതെന്ന്. മാനം കാക്കണേ കുഞ്ഞാ. കുഞ്ഞാ ഇവിടെ വന്നേക്കണേ? എവിടെയാ ഇച്ച? എവിടെ വന്നേക്കണേ? കുത്തുമ്പോ കരയരുത് കേട്ടോ. കരയില്ലേ കേട്ടോ? നമ്മാണേ കള്ള നിഷ്കളങ്കമായിട്ടുള്ള ശരി. എന്നമ്മ അയ്യോ, ഒരു കുഞ്ഞാവ് കരയുന്നത്. ചേട്ടായും വാതക്കേ നിൽക്കോട്ടോ. കൊച്ചിന് ഇഞ്ചക്ഷൻ എടുക്കാൻ അകത്ത് കയറ്റിയേക്കുക. ആടെയാന്ന് തോന്നുന്നു. കുഞ്ഞനെ ഇഞ്ചക്ഷൻ എടുത്തോടി. പക്ഷെ കുഞ്ഞനെ, കുഞ്ഞാ ഇങ്ങനെ നോക്കിയമ്മ. ഇത് ഇഞ്ചക്ഷൻ എടുത്ത കൊച്ചാണെന്ന് നോക്കട്ടെ. ഇത് എവിടെ ഇഞ്ചക്ഷൻ എടുത്തായിരുന്നോ? എന്റെ വേണ്ട കള്ളച്ചിരി കണ്ട. കള്ളച്ചിരി കാലില് വേന ഉണ്ടാവും, അനക്കാൻ പറ്റില്ലായിരിക്കും അല്ലേ? പിന്നെ ഒരെണ്ണം അല്ലേടാ. ഇതൊക്കെ എന്ത് അല്ല കുഞ്ഞപ്പ? അല്ല കുഞ്ഞപ്പനെ, കുഞ്ഞപ്പ കുഞ്ഞപ്പ വെള്ളം കുടിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ വന്നിട്ട് കുഴപ്പമില്ലല്ലോ, വേഗം തീർന്നില്ല കാര്യം. ഡോക്ടർ അല്ല, അത് വെയിറ്റ് നോക്കുന്നത്. അത് കുഴപ്പമില്ല. കുഴപ്പമില്ല. ചായ കുടിക്കുന്നു. ഇവിടെ സുഗീനുണ്ട്, പരിപ്പോടുണ്ട്. സുഗീൻ കഴിച്ചാൽ അപ്പം കിട്ടും, എനർജി കിട്ടും. പൊന്നാടി നോക്കിനെ എന്നമ്മേ ഇഞ്ചക്ഷൻ എടുത്തു വെച്ചിന്. അമ്പോ ആ കള്ളച്ചിരി കണ്ടോ? കള്ളച്ചിരി ഞങ്ങളുടെ കൊച്ചിന്റെ കള്ളച്ചിരി കണ്ടോ? അതെ. ഞങ്ങള് ചായ ഒക്കെ കുടിച്ചു, തിരിച്ചു പോട്ടോ. ആ ചായ കുടിക്കുന്ന തരത്തില്ല, ഞാൻ ചായ കുടിക്കുന്ന തരത്തില്ല, അത് കാര്യം മറന്നുപോയി. ഓക്കെ, മുട്ടയൊന്നും ഇല്ലല്ലോ ചേച്ചി? അരമണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാ. കുഞ്ഞൻ സെറ്റാട്ടോ. അതെ, വിഷയമേ അല്ല. കുഞ്ഞിന് സമയത്തിന് ആ പാപ്പം കിട്ടിയാൽ മതി അല്ല കുഞ്ഞാ? അതില്ലെങ്കിൽ ഇവിടെ ബഹളാവും. കുഞ്ഞനല്ലാതായി മാറും. അതെ. കുഞ്ഞപ്പ നോക്കി, ഇന്നലെ കുഞ്ഞിന് ബിസ്ക്കറ്റ് കളിക്കി കൊടുത്തത് വേണ്ട, മധുരമില്ലല്ലോ. അപ്പോൾ ഇതേ നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വരും കേട്ടോ. അവനെ കുത്തിയതായിട്ടുള്ള ബോധം പോലും ഇല്ല കേട്ടോ അവന്. അപ്പോൾ എന്തായാലും ഞങ്ങളിത് റോട്ടിൽ കൂടെ നടന്ന് പോവുകയാണ്. ആദ്യം ഓട്ടോ വിളിച്ചാണ് ഇങ്ങോട്ട് പോകുന്നത്. തിരിച്ച് നമ്മൾ നടന്നാണ് പോകുന്നത്. നടക്കാനുള്ള ദൂരമല്ലേ നമുക്കുള്ളൂ.
അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വന്ന കൊച്ചാണ് കേട്ടോ ഈ കിടന്ന് കളിക്കുന്നത്. എന്തുടേ? പക്ഷെ ഒരു കാര്യമുണ്ട്, ഒന്ന് കിടന്നു തരും വീഡിയോ എടുക്കുമ്പോൾ. അല്ലേ? അതെ, ഇവനെ സിനിമ വേണ്ടവരൊക്കെ വിളിച്ചാൽ മതി കേട്ടോ. അതെ അല്ല പിന്നെ ടൈം ശരിയായില്ലേ? ചെക്കൻ്റെ ഇവിടെ ആട്ടോ ഇഞ്ചക്ഷൻ എടുത്തേക്കുന്നേ. എൻ്റെ അമ്പോ, ഇഞ്ചക്ഷൻ എത്ത് വേനുണ്ടാന്നോ? വേദനിച്ചായിരുന്നോ? ഇല്ലേ ഇല്ലേ? ആ, അപ്പോൾ ദേ അമ്മയും അച്ഛനും കൊച്ചും പോവുക. അതെ, വീട്ടിൽ തിരിച്ചു. പിന്നെ 1 മാസം കഴിഞ്ഞ് അടുത്ത ഇഞ്ചക്ഷന്. അന്നേരം ഇടയ്ക്കൊക്കെ ഇറങ്ങ്. എനിക്ക് എനിക്ക് ഓഫീസ് അറേഞ്ച്മെന്റ്, അപ്പൊ അവര് അത് കഴിഞ്ഞിട്ടേ വിളിക്കത്തുള്ളൂ, എന്നിട്ടേ ജോലിക്ക് കയറുള്ളൂ. ഡിജിമോളുടെ അടുത്ത് അതിന് ഇടയ്ക്കൊന്ന് പോണം. അപ്പോൾ കയറി കഴിഞ്ഞാൽ പോക്ക് പറ്റില്ലല്ലോ. ചിലപ്പോൾ നാളെ പോവും. കൊറോണയൊക്കെ മൂത്ത് നിൽക്കുക, എന്നാലും മാസ്ക് ഒക്കെ വെച്ചങ്ങ് പോകാന്ന് വിചാരിച്ചു. ചേച്ചിയുടെ കുഞ്ഞിനെ ഉറക്കമായിട്ടോ. നോക്കട്ടെ, എന്നാ ദിവസം വരാം. നിങ്ങളൊരു കാര്യം ചെയ്യാം, മറ്റേ പള്ളി പോകുന്ന നേരത്ത് പറഞ്ഞാൽ മതി, മഴയൊന്നും ഇല്ലാത്തപ്പോഴേ. രാജുമാരിയിൽ എനിക്കൊന്ന് പോകണം. വിളിച്ചാൽ മതി, പോകുമ്പോ അന്ന് എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാം ഉണ്ടെങ്കിൽ. ഞാൻ എന്തായാലും ഈ ഒരാഴ്ച ചിലപ്പോൾ അവർ വിളിക്കില്ലായിരിക്കുവേ. ഈ ഒരാഴ്ച ഞാൻ ഉണ്ടെന്നേരം. ശനിയാഴ്ച ഞാൻ പോകുവാണേലും ഒത്തിരി ദിവസം അവിടെ നിൽക്കൂല. നോക്കട്ടെ, കരിമീനൊക്കെ പിടിച്ചോ ഫ്രൈ ചെയ്തുകൊണ്ട് വരാൻ പറ്റുള്ളൂ, അല്ലാതെ പച്ചക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതിൽ കൊണ്ടുവരാം, പക്ഷെ വണ്ടിക്ക് അത് കയറ്റി കൊണ്ടുവരണ്ടേ. 4-5 വണ്ടി കയറും. ആദ്യം ട്രെയിന് പോരണേ, ട്രെയിൻ ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് ബസ്സൊക്കെ കയറി കോട്ടയം വരെ വരാൻ പറ്റുള്ളൂ. ഞണ്ട് വേണം, അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. എനിക്കറിയാം എങ്ങനെ ഉണ്ടാക്കാനാ, വറുത്തരച്ച് വെക്കാനാണ്. അല്ല, കഴിച്ചിട്ടില്ല. ചെറിയ മധുരം ഉണ്ട്, പക്ഷെ നമ്മളത് അല്ലാതെ റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്ത തേങ്ങക്കറി വെച്ച് അടിപൊളി, മറ്റേ മാങ്ങയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് വെക്കാം. അവിടുത്തെ അങ്ങനെ അമ്മ വെച്ച് കണ്ട് ഞാൻ പഠിച്ചതാ. ഞാൻ ഒരു ദിവസം ആട്ടെ നോക്കട്ടെ, അവിടെ ഇപ്പൊ കിട്ടുമോന്ന് അറിയില്ല. കക്ക കഴിക്കുവോ? ചിലവർക്ക് കക്ക പിടിക്കൂല. എനിക്ക് പിടിക്കില്ല. ഞാൻ ഈ പ്രാവശ്യം പിടിക്കുമെന്ന് ഓർത്ത് പോയി തിന്നട്ടെ. ഇവനെ ഗർഭിണിയായിരുന്നപ്പോ ബൗസിന്റെ ചേട്ടൻ എന്റെ പുള്ളി എന്തോ എന്നോട് ഛർദിച്ച് എന്റെ അണ്ണാക്ക് വരെ വിളി വന്നു. കപ്പയിലിട്ട് വിഴുങ്ങി തന്നാലേ. കപ്പയിലിട്ട് വിഴുങ്ങി, അല്ലാതെ ചെണ്ടങ്കപ്പ വിഴുങ്ങേ, എന്നിട്ട് അതിന്റെ കൂടെ ഇട്ടത് സാധനവും വിഴുങ്ങും. അവര് കപ്പയിലിട്ട് വിഴുങ്ങി എല്ലും കപ്പ ഉണ്ടാക്കൂല്ലേടിയേ. അതേ കണക്കാ, കൊള്ളാം. നല്ല കാറ്റാട്ടോ. ഞാൻ ബാസിനോട് പറയാം, ഒരു ദിവസം പോട്ടി മേടിച്ച് ശരിക്കും ഉണക്കി അങ്ങോട്ട് കൊടുക്കാൻ. അതെ, നല്ല എന്നിട്ട് ഫ്രൈ ചെയ്തല്ലേ, അടിപൊളി. കുരുമുളകൊക്കെ ഇട്ട്. എനിക്ക് ബളബളാന്ന് ഇഷ്ടമല്ല, അല്ല ബുളുബുളൊന്നും ഇഷ്ടമല്ല. ഈ ഒത്തിരി വെള്ളം ഉള്ളത് എനിക്ക് നല്ലൊരു ഫ്രൈ ചെയ്ത് വരണം. എനിക്കതാ ഇഷ്ടം. ഞാനിങ്ങനെ ഉണക്കി 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 അതാ ടേസ്റ്റ് കഴിക്കാൻ. കുറച്ച് നല്ല മധുരം ഇട്ട ചായയൊക്കെ അടിപൊളിയായിരിക്കും. അപ്പം അതേ റോയി ചേട്ടന് വന്നു കേട്ടോ. എല്ലാം എടുത്തില്ലേ? കൊച്ചിൻ്റെ കൊട. വേറെ എന്തെങ്കിലും എടുക്കാനുണ്ടോ? ഫോണൊക്കെ എടുത്തോ? ഫോണെല്ലാം എടുത്തില്ലേ? ഗൂഗിൾ പേ അത് ആക്റ്റീവ് ആയില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതിയേ. ഓക്കെ, ബൈ. ബൈ. അങ്ങനെ അവർ പോയി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ കുഞ്ഞിനെയും കൊണ്ട് കുത്തിവെക്കാനായിട്ട് മാങ്ങത്തൊട്ടി നമ്മുടെ ആശുപത്രിയിലാണ് വന്നത്.
പൊതുവെ ഇവിടെ തിരക്ക് കുറവായതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്തതാണ് മാങ്ങത്തൊട്ടി ആശുപത്രി പോയാൽ മതിയെന്ന്. അപ്പോൾ പോയപ്പോൾ അതുപോലെ തന്നെ വേഗം തന്നെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങാൻ പറ്റി. പൊന്നുവിനെ സ്കൂളിലാക്കിയിട്ടാണ് വന്നത്. പൊതുവെ പൊന്നു അങ്കമാടി വിട്ടപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു, പോവുകയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇപ്പം എന്തോ സ്കൂൾ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഇനിയിപ്പോൾ പൊന്നിക്കുട്ടിനെ പറയാലോ, ആൻറ്റിമാരും പിന്നെ പൊന്നിൻ്റെ അമ്മയും ഒക്കെ പഠിച്ച സ്കൂളാണെന്ന്. അപ്പോൾ അതൊരു അഭിമാനമാണല്ലോ, നമുക്കും അഭിമാനമാണ്, പിള്ളേർക്കും അഭിമാനമാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുഞ്ഞിന് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് ഇറങ്ങി. അപ്പോൾ പൊന്നിൻ്റെ ചെറിയൊരു മൂളൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ. പിന്നെ എന്തായാലും ചെറുതായിട്ട് പനിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തിരിച്ച് നമ്മുടെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊടുത്തു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.